ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ 13ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ 13ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം സംഗതി തന്നെയാണ്. പക്ഷേ അതിലെ ചെറിയ ചില വേരിയേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ചില സംഗതികളാണ് ചെയ്തത്. ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഒരു രീതി തന്നെയാണ്. അതിന് നമുക്ക് ഇതുപോലെ 2, 3, 4 മെത്തേഡുകൾ ഇതിൽ പഠിക്കാനുണ്ട്. അതായത് ന്യൂ പാർട്ട്ണർ വരുമ്പോൾ ആ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്ന റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് പല രൂപത്തിലാണ് കൊടുക്കുക. ചിലപ്പോൾ 2 പേരും ചേർന്ന് കൊടുക്കും, ചിലപ്പോൾ ഒരാൾ മാത്രമേ കൊടുക്കുള്ളൂ, ചിലപ്പോൾ 2 പേരും ഒരേ റേഷ്യോ ആണ് അലോ ചെയ്യുക, ചിലപ്പോൾ വ്യത്യസ്ത റേഷ്യോ ആയിരിക്കും അലോ ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്ക്. When a new partner acquires his share from old partner in some other agreed ratio. ന്യൂ പാർട്ട്ണർ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിന്ന് ചില ഷെയറുകൾ അക്വയർ ചെയ്യുന്നു. പ്രോഫിറ്റ് ഇത്ര കിട്ടണം എന്നുള്ളത് അവർ നേടിയെടുക്കുന്നത് എങ്ങനെയാ? സം അഗ്രീഡ് റേഷ്യോ. കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര എന്നുള്ളത്. ആ റേഷ്യോ അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിന് അഗ്രീഡ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് തരുമെന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തത്? അവിടെ പറഞ്ഞ എന്താ? ന്യൂ പാർട്ട്ണർ അക്വയർസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അങ്ങനെയാണ് അവിടെ ഒന്നാമത് പഠിച്ചത്. ഞാനത് കൃത്യമായിട്ട് എടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങളത് കാണുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ നേരെ തിരിച്ചാണ്. ഓൾഡ് റേഷ്യോ അല്ല, അഗ്രീഡ് റേഷ്യോ. ഇത്ര തരാം എന്ന് ആദ്യം പറയുന്നു. അതിൽ ക്ലിയർ. നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് കാണിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്ക്. ശരി, നിങ്ങൾ ഇവിടെ നോക്ക്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അതിൽ ആ ക്വസ്റ്റ്യൻ പ്രകാരം പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ആണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ 5:3 ആണ്. ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ പാർട്ട്ണർ എന്ന് പറയുന്നത് സി ആണ്. അദ്ദേഹത്തിന് 1/5 ഷെയർ ആണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കൊടുക്കുന്നത്. ആ 1/5 എന്ന് പറയുന്നത് ഈക്വലി ആണ് രണ്ടാളും കൊടുക്കുന്നത്. ഓക്കെ, ഈക്വലി എന്ന് പറയുമ്പോൾ 1/5 എന്നുള്ള ഷെയർ സിക്ക് കിട്ടണമെങ്കിൽ രണ്ടാളും 1/10 കൊടുക്കണം. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. പല ആളുകളും നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില കുട്ടികളെങ്കിലും പറയാറുണ്ട്, അതെങ്ങനെയാ 1/10 കൂട്ടിയിട്ടാണ് 1/5 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ഇതല്ലേ വലുത് എന്നൊക്കെ. അതിന്റെ ഒരു സംഗതി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ കൊണ്ടൊരു കളിയായിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, 1/10 ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എയും ബിയും കൊടുക്കുന്ന ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/5 കിട്ടണം. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. 1/10 പ്ലസ് 1/10. എടാ, ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ 10, ഇവിടെ 5, അതിന്റെ വലിപ്പമൊന്നുമല്ല നോക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ 5 കഷ്ണാക്കുന്നു. ആ 5 കഷ്ണത്തിൽ ഒരു കഷ്ണം എടുക്കുന്നു. അതുപോലെ മറ്റൊരു ചോക്ലേറ്റ് എടുക്കുന്നത്, അതായത് ആദ്യം എടുത്ത അതേ ചോക്ലേറ്റിന്റെ വലിപ്പമല്ലേ രണ്ടാമത്തെ മറ്റൊരു ചോക്ലേറ്റ്, അതിനെ 10 കഷ്ണാക്കുന്നു. അതിലൊരു കഷ്ണം എടുക്കുന്നു. ഇതിൽ ഏത് കഷ്ണം വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വലുത്? ഇതായിരിക്കൂലേ? ഇതിനകത്തെ 10 കഷ്ണാക്കിയിട്ടുള്ള ആ ചോക്ലേറ്റിന്റെ അകത്ത് 2 കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരേ വലിപ്പമല്ലേ കിട്ടുക? ഇപ്പൊ സംഗതി മനസ്സിലായോ? ഈ വരച്ചൊക്കെ കാണിക്കണമെങ്കിൽ എളുപ്പം കഴിയും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. ഇതാണ് ചോക്ലേറ്റ്, ഇതാണ് രണ്ടാമത്തെ ചോക്ലേറ്റ്. രണ്ടും ഒരേ വലിപ്പമായിരിക്കണേ. ഞാൻ കൈ കൊണ്ടൊക്കെ വരക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇനി ഇതുപോലെ തന്നെ ഇതിനെയും 5 അല്ല, ഇതിനെ 10 കഷ്ണമാക്കേണ്ടത് നമുക്ക്. തുല്യ 10 കഷ്ണമായിരിക്കണേ. തോന്നുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്നുമല്ല. ഒരേ വലിപ്പമുള്ള 2 ചോക്ലേറ്റ് എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോക്ലേറ്റ് 5 കഷ്ണാക്കുന്നത്, രണ്ടാമത്തെ ചോക്ലേറ്റ് 10 കഷ്ണാക്കുന്നത്. ഇതിൽ 5ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് കൊടുക്കുന്ന ആ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, 5 കഷ്ണാക്കിയാലുള്ള 1. ഇനി ഇത് കൊടുക്കുന്നത് എയും ബിയും ചേർന്നിട്ട് അവരുടെ 10ൽ ഒരു കഷ്ണം എടുത്തിട്ടാണ്. 10 അതിൽ ഒരു കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അത് എ കൊടുക്കുന്നത്. രണ്ടാമത്തെ 10ൽ മറ്റൊരു കഷ്ണം ഇതാണ് ബി കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കാണ് അല്ലേ? ഇതാണ് സംഭവം. ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ അധിക കാര്യങ്ങൾ പറയുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ല, എന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ
ഇവിടെ ഇങ്ങനെ 1/10 1/10 ഇതെങ്ങനെയാണ് 1 1 2 എന്ന് കൂട്ടുക ഡിവൈഡ് ബൈ 10 അങ്ങനെ തന്നെ ഇറക്കി എഴുതുക ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ 2/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 എന്നാണ് വരിക. അതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 1/5 എന്നാണ് വരിക. 2/10 ഇതിന്റെ പകുതി ഇതിന്റെ പകുതി. ഓക്കെ, ഇതാണ് 1/5 എന്നുള്ള സംഗതി. ഇത് രണ്ടും കൂട്ടി കഴിയുമ്പോൾ 1/5 1/5 ആണ് കിട്ടുക. ഈ സിക്ക് കിട്ടുന്നത് 1/5 ആണ്. അത് കൊടുക്കുന്നത് 1/10 1/10 എയും ബിയും ചേർന്നിട്ട് ഒരേ റേഷ്യോ എടുത്തിട്ടാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ അത്രയും എഴുതി. ഇനി എന്ത് ചെയ്യണോ? ഇനി നമുക്കിവിടെ ഇതിനെ ഒന്ന് വിശദമായിട്ട് കണക്ക് ചെയ്ത് നോക്കണം. നമുക്കിവിടെ എന്റെ ന്യൂ ഷെയർ കാണണം. എസ് ന്യൂ ഷെയർ, എയുടെ ന്യൂ ഷെയർ കാണണമെങ്കിൽ എയുടെ പഴയത് നമുക്കറിയാലോ. എത്രയാ? 5:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/8 ഈസ് ടു 3/8. അപ്പൊ 5/8 നിന്ന് ഈ കൊടുത്ത 1/10 അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. ആദ്യം ഇയാളുടെ അടുത്ത് ഇത്ര ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1/10 സിക്ക് കൊടുത്തു, ബാക്കിയുള്ളായിരിക്കൂലേ ന്യൂ എന്ന് പറയുന്നത്. അപ്പോ 5/8 മൈനസ് 1/10. ഭിന്നസംഖ്യകൾ കുറയ്ക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ റൂള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 5 × 10 50 മൈനസ് 8 ഡിവൈഡ് ബൈ 80. അപ്പോൾ 42/80. ഇതിനെ ചെറുതാക്കാം. 42ന്റെ പകുതി 21 ഡിവൈഡ് ബൈ 80ന്റെ പകുതി 40. ഇനി എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും ചെറുതാക്കാനാവോ എന്നുള്ളത് നോക്കുക. ഇത് ഒറ്റയാണ്, ഇത് ഇരട്ടിയാണ്. അപ്പോൾ എന്തായാലും 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ടും പറ്റില്ല. 7 കൊണ്ട് പറ്റുമോ? 5 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റുമോ? ഇതൊന്നും പറ്റില്ല. അപ്പൊ അവിടെ നിർത്തണം. 40ൽ 21 എന്നുള്ളതാണ്. അതായത് 21/40. 40ൽ 21 ഷെയർ. ഇനി ബിയുടെ ഷെയർ നമുക്ക് നോക്കാം. ബിയുടെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിയുടെ ഓൾഡ് ഷെയർ 3/8. അതിൽ നിന്ന് അദ്ദേഹവും സെയിം 1/10 തന്നെയാണ് ആർക്ക് കൊടുക്കുന്നത്? സിക്ക് കൊടുക്കുന്നത്. അപ്പോ 3 × 10 3 10 30 മൈനസ് 8 ഡിവൈഡ് ബൈ 8 10 80. 30 8 പോയി കഴിഞ്ഞാൽ 22 ഡിവൈഡ് ബൈ 80. ഇനി ഇതിനെ നേർപകുതിയാക്കുന്ന 11 ഡിവൈഡ് ബൈ 40. അവിടെ നിർത്തുക. ഓക്കെ, അപ്പോ 21/40 ആണ് എയുടെ ന്യൂ ഷെയർ. 11/40 ആണ് ബിയുടെ ന്യൂ ഷെയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംഭവം ഉള്ളത്. ഇനി നിങ്ങൾ എന്താ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് സിന്റെ ഷെയർ ഉണ്ടല്ലോ 1/5 എന്ന് പറയുന്നത്. അപ്പൊ സിയുടെ ആ 1/5 ഷെയറും നമുക്ക് എന്ത് ചെയ്യണോ? 1/5 എന്നുള്ളത് 40ലേക്ക് മാറ്റണം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, എല്ലാവരുടേതും ഒരേ സംഖ്യയിൽ ആയിരിക്കണം റേഷ്യോ. പരീക്ഷ 50ൽ ഉള്ള മാർക്കിലായിരിക്കണം എല്ലാ വിദ്യാർത്ഥികളുടേതും ഒരു ക്ലാസ്സിലുള്ളത്. ഒരാളുടേത് 30ലും ഒരാളുടേത് 40ലും ഒരാളുടേത് 20ലും ആയി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാവില്ല ആരുടേതാണ് കൂടുതൽ മാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോ അതുപോലെ ഇവിടെ 1/5 40ലേക്ക് ആക്കണമെങ്കിൽ 5നെ 8 കൊണ്ട് ഗുണിച്ചാൽ 40 ആവും. അതേ 8 കൊണ്ട് തന്നെ ഒന്നിനെയും ഗുണിക്കുക. 8 5 40. 8 8. അപ്പോ ഇതാണ് സിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സംഭവം എത്രയാ? 21 11 8. 21 11 8. ഇതാണ് ന്യൂ ഷെയർ ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പൊ ഈ കണ്ടുപിടിച്ച സംഗതി മനസ്സിലായിട്ടുണ്ടല്ലോ. ഓൾഡ് ഷെയർ എടുക്കുന്നു, അതിൽ നിന്ന് എ സിക്ക് കൊടുത്തിട്ടുള്ള 1/10 മൈനസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പൊ അദ്ദേഹത്തിന്റെ റേഷ്യോ കിട്ടുന്നു. അതുപോലെ തന്നെ ബിന്റെ കാണുന്നു. പിന്നെ സിയുടേത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 1/5 ആണെന്നുള്ളത്. 1/5 നിങ്ങൾ എന്ത് ചെയ്യണം? 40ലേക്ക് മാറ്റുമ്പോൾ ഏതോ ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടി വരുന്നു. അത് 8 ആണ്. ആ 8നെ കൊണ്ട് തന്നെ ഒന്നിനെയും ഗുണിക്കുക. 8 5 40 1 8 8. അങ്ങനെ 21:11:8 എന്ന് നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഓൾഡും ന്യൂവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാക്രിഫൈസിങ് കിട്ടാൻ ഒരു പണിയുമില്ല. ഓൾഡിൽ നിന്ന് ന്യൂ കുറച്ച് കഴിഞ്ഞാൽ സാക്രിഫൈസിങ് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ആക്ച്വലി സാക്രിഫൈസിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
എടാ 1/10 അല്ലേ ശരിക്ക് എ സാക്രിഫൈസ് ചെയ്ത്, അതുപോലെ 1/10 അല്ലേ ശരിക്ക് ബി സാക്രിഫൈസ് ചെയ്ത്. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഓൾഡും ന്യൂ ഇവിടെ തന്നതിന്റെ ഭാഗമായിട്ട് ഓൾഡിൽ നിന്ന് ന്യൂ മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇതേ 1/10 കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കിട്ടണമല്ലോ. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം. നിങ്ങൾ സാക്രിഫൈസ് നോക്ക്. എയുടെ സാക്രിഫൈസ്, എയുടെ ഓൾഡ് എത്രയാ? ഓൾഡ് മൈനസ് ന്യൂ. അപ്പോൾ എയുടെ ഓൾഡ് 5/8 മൈനസ് 21/, എത്രയാ വരിക? 21, 10, 31, 32, 8, 40. ഓക്കെ, ഇങ്ങനെ വരിക. അപ്പോൾ 5, 4, 20. 200 മൈനസ് 8, 8, 8, 16, 168 ഡിവൈഡ് ബൈ 8, 4, 32, 320. ഓക്കെ, 200 168 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 32 ഡിവൈഡ് ബൈ 320. ഓക്കെ, അതാ സംഭവം. ഇനി ഇതെന്ത് ചെയ്യാ? ഇതിനെ ചെറുതാക്കാം. 32 നേർപകുതി എത്രയാ? 16. 2 കൊണ്ട് ഹരിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുതാക്കുക എന്ന് പറയുന്നത്. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റിലേക്ക് വരണം. 320 പകുതി 160. 16 വീണ്ടും 8 ഡിവൈഡ് ബൈ എത്രയാ? 80. 8 വീണ്ടും 4 ഡിവൈഡ് ബൈ 40. 2 ഡിവൈഡ് ബൈ 20. 1 ഡിവൈഡ് ബൈ 10. എടാ നമ്മൾ നോക്ക്, 1/10 അല്ലേ എ സാക്രിഫൈസ് ചെയ്തേ? സെയിം സാധനത്തിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഉത്തരത്തിൽ. നോക്ക്, 1/10. ഓക്കെ, ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കണക്ക് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ച ഓൾഡ് ന്യൂ മൈനസ് ചെയ്തിട്ട്. ക്ലിയർ? അപ്പോൾ 1/10 ആണ് ആരുടെ സാക്രിഫൈസിങ്? എയുടെ. ഇനി ബിന്റെ നോക്കുക, സെയിം, ഒരു പ്രശ്നമില്ല. ബിയുടെ 3/8 മൈനസ് 11/40. 1888 മൈനസ് 3, 4, 12, 120 മൈനസ് 1888 ഡിവൈഡ് ബൈ 320. ക്ലിയർ? ഇനി നോക്ക്, 158 പോയി കഴിഞ്ഞാൽ എത്രയാ? 32 എന്ന് കിട്ടും ഡിവൈഡ് ബൈ 320. നോക്ക്, 32 ഡിവൈഡ് ബൈ 320 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കിട്ടിയ അതേ സംഗതിയിലേക്കല്ലേ പോവുക? ലാസ്റ്റ് എവിടെ എത്തും? 1/10 തന്നെ എത്തും അല്ലേ? അപ്പം 1/10. എടാ, ബി എന്ന് പറയുന്ന വ്യക്തിയും സിക്ക് കൊടുത്തത് 1/10 അല്ലേ? അപ്പം 1/10, 1/10. അപ്പോൾ ഓൾറെഡി തന്നിരിക്കുന്ന ഈ ഉത്തരത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്തിട്ട് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും. കണക്കിന്റെ ഒരു ആൻസറിങ് കിട്ടുമ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ചെയ്ത് ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനം അതിന്റെ വഴി കംപ്ലീറ്റ് പോയി ഉത്തരം അറിയാം, എവിടെയുള്ളതെന്നൊക്കെ അറിയാം. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 4 മാർക്കിന് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞു. ഇനി ഇതേ ചാപ്റ്ററിലുള്ള അടുത്ത ഏരിയയിലേക്കാണ് പോകുന്നത്. ഗുഡ് വിൽ ട്രീറ്റ്മെന്റ്. ഞാൻ ഇതിന്റെ തുടക്കത്തിലുള്ള, അതായത് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ആ പാഠത്തിന്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ, കഴിഞ്ഞ ഇതിന്റെ മുന്നിലത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ബിസിനസ്സിലേക്ക് ഒരു ന്യൂ പാർട്ട്ണർ വരുമ്പോൾ അദ്ദേഹം ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. കാരണം ഇതുവരെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിലേക്കാണ് ഒരാൾ പുതിയതായിട്ട് കയറി വരുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ്സിന് അവരൊരു ഇമാജ്, ഒരു വാല്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ വാല്യൂയിലേക്കാണ് നടന്ന് കയറി വരുന്ന ആര്? പുതിയൊരാൾ. അപ്പോൾ അടുത്ത വർഷം മുതൽ അദ്ദേഹത്തിന് കിട്ടുകയാണ് അതിന്റെ ഒക്കെ ബെനിഫിറ്റ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരണം. അതിൻ്റെ ഒപ്പം പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ അദ്ദേഹം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ കൊണ്ടുവരുന്ന പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ ഇവിടെ അതിൽ കുറെ മെത്തേഡുകളുണ്ട്. അതായത് പ്രീമിയം കൊണ്ടുവരുമ്പോൾ അത് പലതരത്തിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്, പ്രീമിയം പെയ്ഡ് പ്രൈവറ്റ്ലി. ഇവിടെ കൊണ്ടുവരുന്ന പ്രീമിയത്തിനെ കുറിച്ച് ഇവർ അക്കൗണ്ട്സിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് നേരിട്ട് കയ്യിലേക്കും കൊടുക്കുന്നു. ബിസിനസിന്റെ ഭാഗമായിട്ട് അതിനെ കാണിക്കുന്നില്ല, അവർക്ക് നേരിട്ടൊരു പൈസ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും there is no such journal entry is recorded in the case of premium paid privately. ഓക്കെ,
അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ പ്രീമിയം കൊണ്ടുവരുന്നത്, അപ്പൊ അത് കൊണ്ടുവന്ന് ബുക്കിൽ എവിടെയും കാണിക്കേണ്ടി വരില്ല. കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ടീസിന് ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു സംഭവമേ അവിടെ എവിടെയും കാണിക്കേണ്ടി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ജേണൽ എൻട്രി ആവശ്യമില്ല. പക്ഷെ രണ്ടാമതൊരു കേസ് ഉണ്ട്. ആ കേസസിൽ നമുക്ക് ജേണൽ എൻട്രി ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ശരി, നോക്ക്. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ട മറ്റൊരു മെത്തേഡ്. പ്രീമിയം ഇൻ ക്യാഷ്. പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദി ബിസിനസ്. ബിസിനസ്സിൽ അത് നിലനിർത്തുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കൊണ്ടുവരുന്നു, ആ കൊണ്ടുവന്ന പ്രീമിയം അത് അങ്ങനെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഓൾഡ് പാർട്ടേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് ബുക്കിൽ അങ്ങനെ തന്നെ കാണിക്കുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. അല്ലെ, റീറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബിസിനസ്സിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ വരികയാണ്. ആ പാർട്ട്ണറുടെ പേര് രാജൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ രാജൻ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ ക്യാപിറ്റൽ. ഒരു 50,000 കൊണ്ടുവരുന്നത് നിങ്ങൾ വിചാരിച്ചോ? 50,000. ക്ലിയർ? ഇതാണ് കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി. സാധാരണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ജേണൽ എൻട്രി നമ്മൾ എഴുതുക, അതുപോലെ തന്നെ. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പുതിയതായിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ്, പുതിയതായിട്ട് ക്യാഷ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് പ്രീമിയം കൊണ്ടുവരുന്നതാണ്. അതും ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഇനി എന്തെങ്കിലും അസറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. മിഷനറി അക്കൗണ്ട് ഡെറ്റർ, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. ഇങ്ങനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണോ എന്താണോ അത് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ. ഈ കൊണ്ടുവന്നത് ഒരു 20,000 റുപ്യാണെന്ന് വിചാരിച്ചോ. ഇപ്പോ 20,000 ഇങ്ങനെ ചെയ്യും. ഇനി മൂന്നാമത്തത്, ഈ കൊണ്ടുവന്ന പ്രീമിയം ഇതൊരു അസറ്റ് ആണ് അല്ലെ, ശരിക്കും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഈ കൊണ്ടുവന്ന പ്രീമിയത്തിന് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾഡ് പാർട്ടേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ റേഷ്യോ മറ്റു കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് പിന്നെ രാജൻ എന്ന് പറയുന്ന ന്യൂ പാർട്ട്ണറും ഇനി എ ആൻഡ് ബി എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബിസ് ക്യാപിറ്റൽ. ഓക്കെ, എത്ര? 20,000. അപ്പോ ഇവിടെ വേറൊന്നും തരാത്തത് കൊണ്ട് ഞാനത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. 10,000 10,000. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, പ്രീമിയം കൊണ്ടുവരുന്നു, കൊണ്ടുവന്ന പ്രീമിയം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നു. ഓക്കെ, ഇതാണ് സംഭവം. ഇതറിയാലോ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റൂലേ? വേറൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ ആ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സംഗതി കണ്ടുപിടിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം. ഓക്കെ, ഇത് ഗുഡ്വിൽ എപ്പോഴും ഇതുപോലെ മാറ്റിയെടുക്കുക. ഗുഡ്വിൽ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും. സാക്രിഫൈസിങ് റേഷ്യോ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് ഈ എൻട്രി പാസ് ചെയ്യേണ്ടി വരും. അതാണ് അവിടെ ഉള്ള ഒരു വിഷയം. അപ്പോൾ ആ എൻട്രി പാസ് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സാക്രിഫൈസിങ്ങും ന്യൂവും കണ്ടുപിടിക്കേണ്ട രീതി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും ക്ലിയർ ആയി. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ത്? ഈ ഗുഡ്വിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. സാക്രിഫൈസിങ് റേഷ്യോ. ഇത് വൺ വേർഡ് ചോദ്യമാണ്. പല ആളുകളും ന്യൂ റേഷ്യോ എന്നും അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ എന്നും, കാരണം ഓൾഡ് പാർട്ട്നേഴ്സ് ആണല്ലോ, അവർക്കാണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ ഓൾഡ് റേഷ്യോ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, സാക്രിഫൈസിങ് റേഷ്യോ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അത് ഓർമ്മിച്ച് വെക്കണം. വൺ വേർഡ് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ മൂന്നാമത്തെ ഗുഡ്വിൽ കാൽക്കുലേഷൻ മെത്തേഡ് വരെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.